വെൽക്കം ടു NCERT +1 +2 ഫിസിക്സ്. അപ്പൊ നമ്മൾ NCERT എക്സസൈസ് പ്രോബ്ലംസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ലാസ്റ്റ് വീഡിയോയിൽ കുറെ പ്രോബ്ലംസ് ചെയ്തു. അപ്പൊ ഇന്ന് നമുക്ക് ബാക്കി കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. അപ്പൊ നമുക്ക് ബാക്കി കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. അപ്പൊ ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് 14.6 Which of the following relationships between the acceleration and the displacement? Acceleration is given by A, displacement x of particle involve simple harmonic motion. That എന്താണ് കുറെ ആക്സിലറേഷൻ ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള റിലേഷൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഈ റിലേഷൻസ് ഒന്നുകൂടെ എഴുതാം കറക്റ്റ് ആയിട്ട്. ആദ്യത്തെ തന്നിരിക്കുന്നത് A is equal to 0.7x ആണ്. രണ്ടാമത്തേത് A is equal to -200x² എന്നാണ്. മൂന്നാമത്തേത് A is equal to -10x എന്നാണ് തന്നിരിക്കുന്നത്. നാലാമത്തേത് A is equal to 100x³ എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ഏതൊക്കെയാണ് സിമ്പിൾ ഹാർമോണിക് മോഷനെ റെപ്രസെന്റ് ചെയ്യുന്നതെന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ ഒന്നും ചെയ്യേണ്ട, സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ആക്സിലറേഷൻ ഡിസ്പ്ലേസ്മെന്റിന്റെയും റിലേഷൻ എന്താണ്? A is equal to -ω²x. അപ്പൊ എയും എക്സും തമ്മിൽ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ലീനിയർ റിലേഷൻഷിപ്പ് ആണ്. A പ്രൊപ്പോർഷണൽ ടു x⁻1 ആണ്. അപ്പൊ ഇതിന്റെ അകത്ത് ഏതൊക്കെയാണ് x⁻1 എന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം. അപ്പൊ അങ്ങനെ വരുന്നത് എയും ഉണ്ട് സിയും ഉണ്ട്. ഓക്കെ, എയും ഉണ്ട് സിയും ഉണ്ട്. ഇതിന് രണ്ടിന്റെ അകത്തും A is പ്രൊപ്പോർഷണൽ ടു x⁻1. അപ്പൊ ഇതിൽ രണ്ടിന് ബാക്കി രണ്ടെണ്ണം എന്താണ്? A is equal to -200x² ഇതാണെങ്കിൽ A is equal to 100x³ ആണ്. അപ്പൊ ഉറപ്പായിട്ടും ബിയും അതുപോലെ തന്നെ ഡിയും ഉറപ്പായിട്ടും SHM അല്ലേ. ഇനി നോക്കുക, അങ്ങനെയാണെങ്കിൽ എന്ത് വേണം? A is equal to -ω(x) ആണ്. ആൻഡ് ആക്സിലറേഷൻ ഡിസ്പ്ലേസ്മെന്റും ഓപ്പോസിറ്റ്ലി ഡയറക്റ്റഡും ആയിരിക്കണം. അങ്ങനെ വരുന്ന ഏത് മാത്രമേ ഉള്ളൂ? സി മാത്രമേ ഉള്ളൂ അല്ലെ. കാര്യം A is equal to -10x എന്ന് പറഞ്ഞാൽ ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പൊ ഏതാണ് അതിന്റെ അർത്ഥം? അപ്പം ആൻസർ ഈസ് സി. സി ആണ് ഇവിടുത്തെ ആൻസർ. ആ ഫോം ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഡിപ്പെൻഡൻസ്, എക്സിന്റെ ഡിപ്പെൻഡൻസ് ലീനിയർ ആണ്, എയും എക്സും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ആ രണ്ട് ക്രൈറ്റീരിയയും സാറ്റിസ്ഫൈ ചെയ്യുന്നത് സി മാത്രമാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ 14.7 The motion of a particle executing simple harmonic motion is described by the displacement function a cos omega t plus phi. X of t is equal to a cos omega t plus phi ആണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഫംഗ്ഷൻ. If the initial position of the particle is 1 centimeter, initial position means തുടക്കത്തിലുള്ളത് ടൈം 0 ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സ്റ്റാർട്ടിംഗ് പോയിന്റിലുള്ള അതിന്റെ ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് 1 centimeter ആണ്. ആൻഡ് ഇറ്റ്സ് ഇനീഷ്യൽ വെലോസിറ്റി ഈസ് ഒമേഗ സെന്റിമീറ്റർ പെർ സെക്കൻഡ്. ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്, ദറ്റ് ഈസ് ഒമേഗ centimeter per second. What are its amplitude and initial phase angle? അതിന്റെ ആംപ്ലിറ്റ്യൂഡും ഇനീഷ്യൽ ഫേസ് ആംഗിളും കണ്ടുപിടിക്കണം. The angular frequency of the particle is pi per second. Angular frequency particle pi per second എന്നാണ് തന്നിരിക്കുന്നത്. If instead of the cosine function we choose the sine function to describe the SHM, that is like this. If we describe the wave function, what are the amplitude and the initial phase of the particle? The above initial conditions. അപ്പൊ ആക്ച്വലി രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പൊ ഫസ്റ്റ് പാർട്ട് പറഞ്ഞത് മോഷൻ ഓഫ് ദ പാർട്ടിക്കിൾ. അതൊരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഫംഗ്ഷൻ തന്നിരിക്കുന്നത് എങ്ങനെയാണ്? എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് പൈ എന്നാണല്ലോ അത് തന്നിട്ടുണ്ട്. ആൻഡ് ഇഫ് ഇനീഷ്യൽ പൊസിഷൻ, ടൈം ടി ഇസ് ഈക്വൽ ടു 0 അതിന്റെ ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ടൈം ടി ഇസ് ഈക്വൽ ടു 0, ദാറ്റ് ഇസ് എക്സ് ഓഫ് 0 ആണ് തന്നിരിക്കുന്നത് 1 centimeter. ആൻഡ് അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി, ദാറ്റ് ഇസ് വി ഓഫ് 0 എന്ന് പറയുന്നതാണ് തന്നിരിക്കുന്നത്. ഇനീഷ്യൽ വെലോസിറ്റി ആണ് ഒമേഗ സെന്റിമീറ്റർ പെർ സെക്കൻഡിൽ തന്നിരിക്കുന്നത്. ഇത്രയും തന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ആർ ഇറ്റ്സ് ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഇനീഷ്യൽ ഫേസ് ആംഗിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആംപ്ലിറ്റ്യൂഡും ഫേസ് ആംഗിളും എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോ നമുക്കറിയാം എക്സ് ഓഫ് 0 1 centimeter ആണ് തന്നിട്ടുള്ളത്. അപ്പൊ എക്സ് ഓഫ് 0യുടെ എക്സ്പ്രഷൻ എന്താണ്? എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് പൈ. അപ്പൊ എക്സ് ഓഫ് 0 എന്ന് പറയുന്നത് എ കോസ് ടിക്ക് പകരം 0 ഇടുക, ഒമേഗ ഇൻറ്റു 0 പ്ലസ് 5. സോ ദാറ്റ് ഇസ് എ കോസ് 5. എക്സ് ഓഫ് 0 മീൻസ് എ കോസ് 5. അപ്പം എ കോസ് 5യുടെ വാല്യൂ ആണ് എന്ത് തന്നിരിക്കുന്നത്? 1 centimeter ആയിട്ട് തന്നിരിക്കുന്നത്. എ കോസ് 5യുടെ വാല്യൂ ആണ് 1 centimeter. ആൻഡ് ഇനീഷ്യൽ വെലോസിറ്റി ഒമേഗ സെന്റിമീറ്റർ പെർ സെക്കൻഡ് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ എന്താണ്?
വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് വി ഓഫ് ടി, വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് മൈനസ് എ ഒമേഗ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ എന്നുള്ളതാണ്. അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി മീൻസ് വി ഓഫ് 0 ആണ് തന്നിരിക്കുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു ഒമേഗ സെന്റിമീറ്റർ പെർ സെക്കൻഡ്. അപ്പം വി ഓഫ് 0 എക്സ്പ്രഷൻ അനുസരിച്ച് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? മൈനസ് ഒമേഗ സൈൻ ഒമേഗ ഇൻറ്റു 0 പ്ലസ് 5, ദാറ്റ് ഇസ് മൈനസ് എ ഒമേഗ സൈൻ 5. ഓക്കെ, അപ്പം ദാറ്റ് മീൻസ് എന്താണ്? മൈനസ് എ ഒമേഗ സൈൻ 5 ഇസ് ഈക്വൽ ടു ഒമേഗ എന്ന് തന്നിരിക്കുന്നത്. അപ്പം ഈ ഒമേഗയും ഈ ഒമേഗയും നമുക്ക് ക്യാൻസൽ ചെയ്യാമല്ലോ. അങ്ങനെ വരുമ്പോൾ ഇത് എന്ത് വരും? മൈനസ് എ സൈൻ 5 ഇസ് ഈക്വൽ ടു 1 എന്ന് വരും. അഥവാ നമുക്ക് ഇതിന് എ സൈൻ 5 മൈനസ് 1 എന്ന് എഴുതാമല്ലോ. സൈൻ 5 ഇസ് ഈക്വൽ ടു -1. സോ നമുക്കിപ്പോൾ രണ്ട് എക്സ്പ്രഷൻ ഉണ്ട്, എ കോസ് 5 ഉണ്ട്, എ സൈൻ 5 ഉണ്ട്. അങ്ങനെ നമുക്ക് രണ്ട് എക്സ്പ്രഷൻ ഉണ്ട്. ഈ രണ്ടിനെയും നമുക്ക് സ്ക്വയർ എടുത്ത് ആഡ് ചെയ്ത് എങ്ങനെ ഇരിക്കും? ദാറ്റ് ഇസ് ഫസ്റ്റ് എക്സ്പ്രഷനെ സ്ക്വയർ ചെയ്യുക, സെക്കൻഡ് എക്സ്പ്രഷനെ സ്ക്വയർ ചെയ്തിട്ടൊന്ന് ആഡ് ചെയ്യുക. അതിന് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ആയിരിക്കും വരിക, എ സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ 5 പ്ലസ് സൈൻ സ്ക്വയർ 5 ഇസ് ഈക്വൽ ടു 1 സ്ക്വയർ പ്ലസ് -1 സ്ക്വയർ. അപ്പൊ കോസ് സ്ക്വയർ 5 പ്ലസ് സൈൻ സ്ക്വയർ 5ന്റെ വാല്യൂ 1 ആണ്. ദാറ്റ് മീൻസ് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു സ്ക്വയർ 1 മൈനസ് 1 സ്ക്വയറും 1. സോ ദാറ്റ് ഇസ് 2. ഇതിൻ്റെ അകത്ത് നമുക്ക് എ എന്ന് പറഞ്ഞ √2 ആയിട്ട് കിട്ടി. ഓക്കെ, സോ അങ്ങനെ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് കണ്ടെത്തി നമ്മൾ. ഇനി നമ്മളോട് അടുത്ത് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഇസ് ദ ഇനിഷ്യൽ ഫേസ് ആംഗിൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനിഷ്യൽ ഫേസ് ആംഗിൾ മീൻസ് ടൈം ടി ഈസ് ഈക്വൽ ടു 0 ഫേസ് ആംഗിൾ, ദാറ്റ് ഇസ് ഫൈ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഫൈ കിട്ടാൻ നമുക്ക് എന്ത് ചെയ്യാം? വി ഹാവ് 2 എക്സ്പ്രഷൻസ്, റൈറ്റ്? നമുക്ക് എ കോസ് 5 1 ആണെന്നറിയാം, എ സൈൻ 5 -1 ആണെന്നും അറിയാം. നമുക്ക് ഈ എ സൈൻ 5 ഇസ് ഈക്വൽ ടു -1നെ എ കോസ് 5 ഇസ് ഈക്വൽ ടു 1 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഇസ് എ സൈൻ 5 ഡിവൈഡഡ് ബൈ എ കോസ് 5. സോ വിച്ച് ഇസ് ഈക്വൽ ടു 1 ബൈ -1, ദാറ്റ് ഇസ് -1. ഈ എയും ക്യാൻസൽ ആയി. സൈൻ 5 ഡിവൈഡ് ബൈ കോസ് 5 മീൻസ് ടാൻ 5. ടാൻ 5 ഇസ് ഈക്വൽ ടു -1. അപ്പൊ 5 എന്ന് പറയുമ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് 1. ടാൻ ഇൻവേഴ്സ് ഓഫ് 1 ചെയ്യുമ്പോൾ you will get 7 pi by. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ ഫസ്റ്റ് പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത്. ഇനി അടുത്ത നോക്കുക, the angular frequency of the particle is pi per second. എന്താണ് angular? ഓക്കെ, അത് ചോദിച്ചിരുന്നു. ഇനി അടുത്ത് നോക്കുക, the angular frequency of the particle is pi per second. അപ്പം ആ പാർട്ടിക്കിളിന്റെ ആംഗുലർ ഫ്രീക്വൻസി പൈ ആണ്. എന്നിട്ട് ഇഫ് ഇൻസ്റ്റെഡ് ഓഫ് കൊസൈൻ ഫംഗ്ഷൻ വി ചൂസ് എ സൈൻ ഫംഗ്ഷൻ, നമ്മളിപ്പോൾ ഇവിടെ കൊസൈൻ ഫംഗ്ഷൻ അല്ല എടുത്തത്, അതിന് പകരം സൈൻ ഫംഗ്ഷൻ ഇത് എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും ആംപ്ലിറ്റ്യൂഡും ഇനിഷ്യൽ ഫേസും? ഇതേ സെയിം കണ്ടീഷനിൽ എന്തായിരിക്കും എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കുക, ആ പാർട്ട് ചെയ്യാൻ നമ്മളിപ്പം നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? ഇവിടെ സൈൻ ഫംഗ്ഷൻ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, ദാറ്റ് ഇസ് ബി സൈൻ ഒമേഗ ടി പ്ലസ് 5. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. That is x of 0 is equal to 1. അപ്പം x of 0 എങ്ങനെ ഈ എക്സ്പ്രഷൻ വെച്ചിട്ട് നമുക്ക് x of 0 എങ്ങനെ എഴുതാൻ സാധിക്കും? b sin ഒമേഗ ഇൻറ്റു 0 പ്ലസ് ഓക്കെ, സോറി, പൈ അല്ല, ഇവിടെ ആൽഫ ആണ് കേട്ടോ തന്നിരിക്കുന്നത്. ദിസ് ഇസ് ആൽഫ. ഓക്കെ, സോ യു ഹാവ് ടു പുട്ട് ഹിയർ ആൽഫ. So this is alpha. So omega into 0 plus alpha. അപ്പോ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ബി സൈൻ ആൽഫ. സോ വിച്ച് ഇംപ്ലൈസ് ബി സൈൻ ആൽഫ ആണ് 1. ഇനി നമ്മുടെ വെലോസിറ്റി എന്ന് പറയുന്നത് വെലോസിറ്റി is given by നമ്മുടെ ഇൻ ജനറൽ നമ്മുടെ വെലോസിറ്റി എങ്ങനെയാണ്? വെലോസിറ്റി is equal to, ഇവിടെ നിങ്ങൾ ഇത് ഇങ്ങനെ തന്നെ എഴുതുന്നത് നല്ലത്, dx/dt ആണല്ലോ വെലോസിറ്റി. സോ d/dt ഓഫ് നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞപ്പോൾ എന്താണ്? x of t b sin ഒമേഗ ടി പ്ലസ് പൈ അല്ലേ? സോ b sin ഒമേഗ ടി പ്ലസ് പൈ. അപ്പൊ b കോൺസ്റ്റന്റ് ആണ്. സൈനിന്റെ ഡിഫറൻസിയേഷൻ അത് d/dt ഓഫ് സൈനിന്റെ ഡെറിവേറ്റീവ് കോസ് ആണ്. സോ കോസ് ഓഫ് ഒമേഗ ടി പ്ലസ് 5. അഗെയിൻ ഇതിന്റെ അകത്തെ സാധനത്തിനെ നമ്മൾ വീണ്ടും ടൈം ഡിപ്പെൻഡൻസ് ഉള്ള ആളെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. സോ ഒമേഗ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
റിസൾട്ട് ഇസ് ഒമേഗ. സോ ഒമേഗ ബി കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ് എന്നുള്ളതാണ് നമ്മളുടെ വെലോസിറ്റി. അപ്പം വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണെന്നാണ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇനീഷ്യൽ കണ്ടീഷൻ അനുസരിച്ച് വെലോസിറ്റി ഓർ ടൈം ടി ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഒമേഗ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് നമ്മൾ ഈ ക്വസ്റ്റിന് മുന്നേ ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് ആംഗിൾ ഓഫ് ഫ്രീക്വൻസി പൈ റാഡ് പെർ സെക്കൻഡ്, പൈ പെർ സെക്കൻഡ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒമേഗ എന്ന് പറയുന്നത് പൈ ആണ്. സോ ഇനി നമ്മുടെ വി ഓഫ് ടി നമുക്ക് ഇപ്പൊ എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്? ഒമേഗ ബി കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ്. അപ്പോൾ വി ഓഫ് 0 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? ഒമേഗ ബി കോസ് ഒമേഗ ഇൻറ്റു 0 പ്ലസ് ഫൈവ്. സോ ദാറ്റ് ഇസ് ഒമേഗ ബി കോസ് ഫൈവ്. ഓക്കെ, സോ എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒമേഗ ഓഫ് 0 എന്ന് പറഞ്ഞാൽ ഒമേഗയാണ്, ഒമേഗ പൈ ആണ്. സോ പൈ ഇസ് ഈക്വൽ ടു ഒമേഗ ബി കോസ് പൈ. ഓക്കെ, അപ്പൊ ഈ ഒമേഗയ്ക്ക് പകരം എന്താണ്? ഒമേഗ ഈസ് ബി അല്ലെ? ഇവിടെ ആ ഒരു കണ്ടീഷനും കൂടെ എഴുതാം. സോ വിച്ച് ഇംപ്ലൈസ് പൈ ഇസ് ഈക്വൽ ടു ഒമേഗയ്ക്ക് വരും പൈ കൊടുക്കാം, ബി കോസ് പൈ. അപ്പം ഈ പൈയും ക്യാൻസൽ ആയി കഴിയുമ്പം വി വിൽ ഗെറ്റ് ഫ്രം ഹിയർ ബി കോസ് പൈ ഇസ് ഈക്വൽ ടു 1. ഇപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. ഇവിടെ നമുക്ക് ബി സൈൻ ആൽഫ 1 ആണെന്ന് കിട്ടി. ഇവിടെ നമുക്ക് ഓക്കെ, ഞാൻ വീണ്ടും എനിക്കൊരു അബദ്ധം പറ്റി, സോറി. ദിസ് ഇസ് ആൽഫ ആയിരുന്നു. സോ ഇവിടെ ആൽഫ ഇടണം, സോറി. ആൽഫ ബി കോസ് ആൽഫ ഇസ് ഈക്വൽ ടു 1. അങ്ങനെ നമുക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ട്. സോ let this be equation 2 and let this be equation 1. b sin alpha is equal to 1. അപ്പോൾ ഇതുപോലെ തന്നെ സ്ക്വയറിംഗ് ആൻഡ് ആഡിങ്, that is 1 square plus 2 square ചെയ്ത് കഴിഞ്ഞാൽ you will get b square into cos square alpha plus sin square alpha is equal to 1 square plus 1 square. Okay, so b square cos square alpha plus sin square alpha 1 ആണ്, is equal to 2. So ഇതിൻ്റെ അകത്ത് b എന്ന് പറഞ്ഞാൽ നമുക്ക് √2 ആയിട്ട് കിട്ടും. സോ ബി ആണ് ഇവിടുത്തെ എന്താണ്? ബി ഇസ് ദ ആംപ്ലിറ്റ്യൂഡ് ഹിയർ. നമ്മുടെ ഫോം അനുസരിച്ച് ബി എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് ഫംഗ്ഷന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ് ബി. സോ സെക്കൻഡ് ഫംഗ്ഷൻ ബി സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് ആണ്. സോ ഇവിടുത്തെ ഈ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് ആണ്. അപ്പൊ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് കിട്ടി. ഇനി അടുത്ത് നമുക്ക് ഇനീഷ്യൽ ഫേസ് വേണം. ഇനീഷ്യൽ ഫേസ് മീൻസ് നൗ വി വാണ്ട് ആൽഫ. ഇവിടുത്തെ ആൽഫ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ അകത്തെ ഇനീഷ്യൽ ഫേസ്. സോ ആൽഫ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? നമുക്ക് 1 ഉം 2 ഉം കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യാം. 1 divided by 2 if you do, b sin alpha by b cos alpha is equal to 1, or b tan, okay, being cancel ആയിട്ട് we'll get tan alpha is equal to 1 or alpha is equal to tan inverse 1. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ you will get it as pi by 4. Okay, so ഇതാണ് ആ പ്രോബ്ലം. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. A spring having I don't know why this coming. A spring having spring constant 1200 Newton per meter is mounted on a horizontal table as shown in figure. ഇവിടെ ഒരു സ്പ്രിംഗ് ഉണ്ട്. അതിന്റെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്ന സ്മോൾ കെയുടെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്, 1200 ന്യൂട്ടൺ പെർ മീറ്റർ. അതെന്ന് പറയുന്ന ഒരു ടേബിളിൽ മൗണ്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതുപോലെ ഒരു ഇട്ടത്ത് ഇവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു മാസ് വെച്ചിട്ടുണ്ട്, ഒരു മാസ് ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. മാസ് ഓഫ് 3 kg അറ്റാച്ച്ഡ് ഫ്രീ എൻഡ് ഓഫ് ദി സ്പ്രിംഗ്. അപ്പം ഒരു എന്ന് പറയുന്ന ഒരറ്റം ഇവിടെയാണ്, അതിന്റെ സ്പ്രിങ്ങിന്റെ മറ്റേ അറ്റം എന്ന് പറഞ്ഞാൽ ഈ ഒരു മാസിൽ മൗണ്ട് ചെയ്തിരിക്കുകയാണ്. ആ മാസ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഇസ് 3 kg. The mass is then pulled sideways to a distance of 2 centimeter. എന്നിട്ട് ഈ മാസ് ഒരു സൈഡിലേക്ക് 2 centimeter ഇങ്ങനെ പുള്ള് ചെയ്തു. ഓക്കെ, ഒരു സൈഡിലേക്ക് പുള്ള് ചെയ്യുന്നു, എന്നിട്ട് റിലീസ് ചെയ്യുന്നു. അപ്പൊ പുള്ള് ചെയ്ത് റിലീസ് ചെയ്യുന്ന, അപ്പം പുള്ളിങ് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടാന്ന് വെച്ചാൽ മാക്സിമം അതിന് വലിച്ച ഡിസ്റ്റൻസ് ആയിരിക്കുമല്ലോ തന്നിരിക്കുന്നത്. അത് എ ആണ്, ആംപ്ലിറ്റ്യൂഡ് ആണ് ഒരു 2 centimeter ആയിട്ട് തന്നിരിക്കുന്നത്. എ ഇസ് ഈക്വൽ ടു 2 centimeter. So determine the frequency of oscillations in the frequency, maximum acceleration of the mass, maximum acceleration, maximum speed of the mass. ഇതൊക്കെ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? ശ്രദ്ധിക്കുക, ആംഗിൾ ഓഫ് ഫ്രീക്വൻസി അല്ല, ഫ്രീക്വൻസി ആണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഇസ് ന്യൂ ഫ്രീക്വൻസി ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്.
അപ്പൊ നമുക്കറിയാം ന്യൂവും ഫ്രീക്വൻസിയും തമ്മിൽ ഒമേഗ ഇസ് ഈക്വൽ ടു 2π ന്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു റിലേഷൻ നമുക്കറിയാലോ. സോ വിച്ച് ഇംപ്ലൈസ് ന്യൂ എന്ന് പറയുന്നത് എന്താണ്, ഒമേഗ ബൈ 2π. അപ്പൊ നമ്മൾ ഒമേഗ കാണും. അപ്പൊ ഒമേഗയ്ക്ക് നമുക്ക് സ്പ്രിംഗ് കോൺസ്റ്റന്റും മാസും ഉണ്ടെങ്കിൽ നമുക്ക് ഒമേഗ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, √k/m. ഈ ഒരു എക്സ്പ്രഷൻ നമുക്കറിയാം. സോ ഇവിടുത്തെ k എന്ന് പറയുന്നത് 1200, മാസ് എന്ന് പറയുന്നത് 3 kg ആണ്. സോ ദിസ് ഇസ് √400, that is 20 rad/second എന്ന് പറയുന്നതാണ് angular frequency. So nu is equal to omega by 2π, that is 20 by 2π, 2 into 3.14. അപ്പൊ ഇത് ചെയ്യുമ്പോൾ 3.2 ഹെർട്സ് എന്ന് വരും. അപ്പൊ ഇതാണ് ഇതിന്റെ ഫ്രീക്വൻസി. ഇനി അടുത്ത് നോക്കുക, മാക്സിമം ആക്സിലറേഷൻ ഓഫ് ദ മാസ് ചോദിച്ചിരിക്കുകയാണ്. മാക്സിമം ആക്സിലറേഷൻ ഓഫ് ദ മാസ്. അപ്പൊ നമുക്കറിയാം ആക്സിലറേഷൻ എങ്ങനെയാണ്, അതിന് നമുക്കൊരു ഫോർമുല അറിയാം, -ω² x എന്ന് പറഞ്ഞിട്ടൊരു ഫോർമുല നമുക്കുണ്ട് അല്ലെ. -ω² x എന്ന് പറയുന്ന ഒരു ഫോർമുല നമുക്കുണ്ട്. ഇവിടുത്തെ x എന്ന് പറയുന്നതാണ് നമ്മുടെ ആ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന എക്സ്. മാക്സിമം ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ മാക്സ് ആവുന്നത് ഈ എക്സ് എന്ന് പറയുന്ന ആംപ്ലിറ്റ്യൂഡ് ആകുമ്പോഴാണല്ലോ. സോ നമുക്ക് ആംപ്ലിറ്റ്യൂഡിന്റെ വാല്യൂ ഇവിടെ കൊടുത്താൽ മതി. സോ നമുക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രം മതി, മാക്സിമം ഉണ്ടോ. സോ എ ഇസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കാം. ഒമേഗ എന്ന് പറയുന്നത് എത്ര കിട്ടിയിരിക്കുന്നത്, 20 rad/second ആണ് കിട്ടിയിരിക്കുന്നത്. സോ 20 into 20, എക്സ് എന്ന് പറയുന്നത് 2 into 10⁻⁻². ബിക്കോസ് മാക്സിമം ആക്സിലറേഷൻ മീൻസ് മാക്സിമം ആംപ്ലിറ്റ്യൂഡുടെ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 2 സെന്റിമീറ്റർ ആണ്. സോ അതിനെ മീറ്ററിലാക്കാൻ 2 into 10⁻⁻² മീറ്റർ. നമ്മുടെ മീറ്ററിന്റെ റിസൾട്ട് ആണിത്. അപ്പോൾ -ω² x. അപ്പൊ അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുന്നു. അപ്പൊ ഇത് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 8 m/s². ഇനി അടുത്ത ഒരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്, മാക്സിമം സ്പീഡ് ഓഫ് ദ മാസ്. സ്പീഡ് എത്രയാണെന്നും കൂടി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്പീഡിന്റെ ഇക്വേഷൻ അറിയാം. അത് വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ നമുക്കറിയാം, -ω(a) sin ωt+5. അപ്പൊ സ്പീഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ആണ് സ്പീഡ്. വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ആണ്. അതുപോലെ എന്നിട്ട് നമ്മളോട് മാക്സിമം സ്പീഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ എന്താണ് മാഗ്നിറ്റ്യൂഡ് എടുക്കുക, ദാറ്റ് ഇസ് ω(a). മാക്സിമം വരുമ്പോൾ sin ωt+5, മാക്സിമം എന്ന് പറയുമ്പോൾ അതിന്റെ വാല്യൂ 1 ആയിരിക്കും. സോ ω(a) എത്രയാന്ന് നോക്കിയാൽ മതി. സോ ω എന്ന് പറയുന്നത് നമുക്ക് 20 ആണ്, ആൻഡ് എ എന്ന് പറയുന്നത് 2 into 10⁻⁻². ഇത് ചെയ്യുമ്പോൾ 0.4 m/s എന്ന് വരും. അപ്പൊ ഇതാണ് നമ്മുടെ ആ ക്വസ്റ്റിന്റെ ആൻസർ. ഇനി അടുത്ത് നോക്കിക്കേ, ഇനി എക്സസൈസ് 14.9, അതിപ്പോ നമ്മൾ ചെയ്ത ആ എക്സസൈസ് ആണ് കേട്ടോ, തൊട്ട് മുന്നത്തെ പ്രോബ്ലം. Let us take the position of mass in the spring is unstretched as x equal to 0. അതായത് ഇവിടെ നമ്മൾ സ്ട്രിങ്, ഈ പൊസിഷനിൽ നമ്മൾ സ്ട്രിങ് വലിച്ചു എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം വലിക്കാതെ ഇരിക്കുന്ന ആ ഒരു പൊസിഷനിൽ, ജസ്റ്റ് വലിച്ചിട്ടില്ല, ആസസ് അങ്ങനെ ഇരിക്കുന്നു. ആ അൺസ്ട്രെച്ച്ഡ് ആയിട്ട് ഇരിക്കുമ്പോഴുള്ള, അത് വലിക്കാണ്ടിരിക്കുമ്പോഴുള്ള മാസിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് x equal to 0 ആണെന്ന് ആണെങ്കിൽ, ആൻഡ് ഡയറക്ഷൻ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആസ് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ്. ആ ഡയറക്ഷൻ ലെഫ്റ്റ് ടു റൈറ്റ് എന്നുള്ള ഡയറക്ഷൻ, അതാണ് നമ്മൾ പോസിറ്റീവ് ഡയറക്ഷൻ എക്സ് ആക്സിസിന്റെ ആയിട്ട് എടുക്കുകയാണെങ്കിൽ, ഗിവൺ എക്സ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം ഫോർ ദ ഓസിലേറ്റിംഗ് മാസ്, ഇഫ് അറ്റ് ദ മൊമെന്റ് വി സ്റ്റാർട്ട് ദ സ്റ്റോപ്പ് വാച്ച്, ഗിവ് എക്സ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഇതാണ്, നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം, അത് എക്സ് ഓഫ് ടി എന്താണ് എന്ന് നമ്മൾ പറയണം. For the oscillating mass, if at the moment we start the stopwatch at time t is equal to 0. അത് ടൈം t is equal to 0 ൽ നിന്ന് നമ്മൾ സ്റ്റോപ്പ് വാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം മാസ് പല പല സ്ഥലങ്ങളിലാക്കി ഓരോരോ ഇൻസ്റ്റൻസ് കാണിച്ചിട്ടുണ്ട്. ആ സമയത്തെല്ലാം എക്സ് ഓഫ് ടി എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നോക്കുക, മാസ് എന്ന് പറയുന്നത് മെയിൻ പൊസിഷനിലാണ് ആദ്യം മാസ് ഇരിക്കുന്നതെന്ന് വിചാരിക്കാം. മെയിൻ പൊസിഷനിൽ മാസ് ഇരിക്കുന്നു. അപ്പൊ മെയിൻ പൊസിഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ മെയിൻ പൊസിഷൻസ് ഈ ഇത് സ്റ്റാർട്ട് ദ സ്റ്റോപ്പ് വാച്ച് ടൈം t is equal to 0 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇനീഷ്യലി എന്താണ്, സ്പ്രിങ് അൺസ്ട്രെച്ച്ഡ് ആണ്. അൺസ്ട്രെച്ച്ഡ് ആയിട്ട് അത് ഇരിക്കുമ്പോൾ ആ സ്ട്രിങ് ഇരിക്കുന്ന എവിടെയായിരിക്കും, അൺസ്ട്രെച്ച്ഡ് ആയിട്ട് ഇരിക്കുന്ന ആ സമയത്ത് സ്ട്രിങ് ഇരിക്കുന്ന അതിന്റെ മെയിൻ പൊസിഷനിലായിരിക്കും. ദാറ്റ് മീൻസ് t is equal to 0 ഈ മെയിൻ പൊസിഷനിൽ ഇരിക്കുക. ഓക്കെ, അപ്പം ടൈം എന്ന് പറയുന്നത് എന്താണ് അവിടെ. ഓക്കെ, അപ്പം ടൈം എന്ന് പറയുമ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. അപ്പൊ ആ സമയത്ത് നമ്മുടെ ഇനീഷ്യൽ പൊസിഷൻ നമ്മളുടെ 5 എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ,
5 will be 0. സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ ജനറൽ ഫോമുല എന്താണ്? എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് 5. ഇപ്പൊ സ്റ്റാർട്ടിംഗ് പൊസിഷനിലായതുകൊണ്ട് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? എ സൈൻ ഒമേഗ ടി എന്നായിരിക്കും എഴുതാൻ പറ്റുക. അപ്പം ഈ മുന്നത്തെ പ്രോബ്ലത്തിന്റെ അകത്തെ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ആൻസറിന്. സോ ഇവിടെ നമുക്ക് പറയാൻ പറ്റും എക്സ് ഈക്വൽ ടു മീൻ പൊസിഷനിലാണെങ്കിൽ എക്സ് ഈക്വൽ ടു മുന്നത്തെ പ്രോബ്ലത്തിലെ എ എത്രയാണെന്നുള്ളത് നോക്കൂ. എ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 2 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത് നമ്മൾ ആ സെന്റിമീറ്റർ രീതിയിൽ തന്നെ നമുക്ക് എഴുതാം ഇവിടെ തൽക്കാലം. സോ 2 ആൻഡ് സൈൻ ഒമേഗയുടെ വാല്യൂ നമ്മൾ ഇവിടെ എത്ര കിട്ടിയിരിക്കുന്നത്? ഒമേഗ 20. അപ്പൊ ആ 20യുടെ വാല്യൂ നമ്മൾ ഇവിടെ കൊടുക്കുന്നു 20 ടി. ഓക്കെ, അപ്പം എക്സ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ടി ആസിന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, as a function of time t എഴുതാനാണ് പറഞ്ഞത്. So our x of t is equal to 2 sin 20t when it is at the mean position. ഇനി അടുത്ത് നോക്കുക, when the mass is at the maximum stretched position, അതായത് എക്സ്ട്രീം എൻഡിൽ ഇരിക്കുമ്പോഴാണ് മാക്സിമം സ്ട്രെച്ച്ഡ് പൊസിഷൻ ഇരിക്കുന്നത്. ഇത് ഞാൻ അടുത്ത പേജിൽ കൊടുത്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ ബാക്കി നമുക്ക് അടുത്ത സെക്ഷൻ, അത് അടുത്ത പേജ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നോക്കുക, ഇപ്പൊ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ഇതാണ് മാക്സിമം സ്ട്രെച്ച്ഡ് പൊസിഷനിൽ മാസ് ഇരിക്കുമ്പോൾ. അപ്പം മാക്സിമം സ്ട്രെച്ച്ഡ് പൊസിഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ മാസ് എക്സ്ട്രീം റൈറ്റിലായിരിക്കും. ഓക്കെ, അതായിരിക്കും അതിന്റെ മാക്സിമം സ്ട്രെച്ച്ഡ് പൊസിഷൻ. അവിടെ നമ്മുടെ ജനറൽ ഫോമുല എന്താണ്? എക്സ് ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് 5. അപ്പൊ 5യുടെ വാല്യൂ വേണം. അപ്പൊ ഈ ഫസ്റ്റ് ആ മാക്സിമം അതിന്റെ ആ സ്ട്രെച്ച്ഡ് പൊസിഷനിലേക്ക് അത് പോകുമ്പോൾ അതിന്റെ ഫൈ എന്ന് പറയുന്നത് π/2 ആയിരിക്കും ഫേസ് ആംഗിൾ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഫുൾ ഫേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മൊത്തം ഫേസ് ആംഗിൾ എന്ന് പറയുന്നത് ഫുൾ ഫേസ് എന്ന് പറയുന്നത് 2π ആണ്. ഓക്കെ, അതൊരു ഓസിലേഷൻ മുഴുവൻ കവർ ചെയ്യുന്ന ആ ഒരു ടൈം പീരീഡ് ആണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഫസ്റ്റ് മീൻ പൊസിഷന് റൈറ്റിലേക്ക് പോകുന്നു, റൈറ്റിൽ നിന്ന് വീണ്ടും മീൻ പൊസിഷനിലേക്ക് എത്തുന്നു, മീൻ പൊസിഷനിൽ നിന്ന് പിന്നെ ലെഫ്റ്റിലേക്ക് പോകുന്നു, പിന്നെ ലെഫ്റ്റിൽ നിന്ന് നേരെ മീൻ പൊസിഷനിലേക്ക് വന്നു. ഇത് മൊത്തം ഈ സംഭവം കവർ ചെയ്യുന്നതാണ് 2π. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന മാക്സിമം സ്ട്രെച്ച്ഡ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഇത് മാത്രമേ നടക്കുന്നുള്ളൂ. മീൻ പൊസിഷനിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നത് മാത്രമാണ്. അപ്പൊ മൊത്തം എന്താണ് മൊത്തം എടുക്കുന്ന 2π ആണെങ്കിൽ ഇവിടെ എത്ര സെക്ഷൻസ് ഉണ്ട് ആക്ച്വലി കവർ ചെയ്യാൻ? നമുക്ക് 4 സെക്ഷനാണ്. അപ്പൊ ഓരോന്നിനും എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 2π/4 ആണ്. ദാറ്റ് ഈസ് π/2 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ വേണ്ട ഇത് മാത്രമാണ്. അത് മാക്സിമം മീൻ പൊസിഷനിൽ എക്സ്ട്രീം റൈറ്റിലേക്ക് പോകുന്നു. സോ അതിനെടുക്കുന്ന ഫേസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ π/2 ആയിരിക്കും. സോ അതുകൊണ്ട് അത് മനസ്സിലാക്കിയിരിക്കാം. ഇവിടുത്തെ ഫേസ് ആംഗിൾ എന്ന് പറയുന്നത് അവിടെ π/2 ആയിരിക്കും. ഓക്കെ, അതൊരു ക്വാർട്ടർ മാത്രം കവർ ചെയ്താൽ മതി. സോ 2π/4 ഫേസ് ആംഗിൾ എന്താണ്? π/2 ആണ്. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് എഴുതാം. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ എഴുതാം? എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് 5ക്ക് പകരം നമുക്ക് π/2 കൊടുക്കാം. ഓക്കെ, ആൻഡ് എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 2 സെന്റിമീറ്റർ സൈൻ ഒമേഗ എന്ന് പറഞ്ഞാൽ 20 ടി പ്ലസ് 5/2. ഓക്കെ, ഇനി ഒരു കാര്യം നോക്കുക, നമുക്ക് സൈൻ ഒരു റിസൾട്ട് ഉണ്ട്. ദാറ്റ് ഇസ് ഈ റിസൾട്ട് ഒക്കെ നമുക്ക് ഈ +1 പഠിക്കാനുണ്ട് എന്ന് എനിക്ക് അറിയില്ല. ദാറ്റ് ഇസ് സൈൻ ഓഫ് എക്സ് പ്ലസ് π/2 എന്ന് പറയുമ്പോഴത്തേക്കും ഈ എക്സിന്റെ കൂടെ π/2 ആംഗിൾ കൂട്ടുവാണെങ്കിൽ ദെൻ അത് കോസ് ഫംഗ്ഷൻ ആവും. കോസ് ഓഫ് എക്സ് എന്നാണ് എന്റെ റിസൾട്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഇപ്പൊ കിട്ടിയിരിക്കുന്ന എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു 2 sin 20t പ്ലസ് π/2 എന്നുള്ളതാണ്. അപ്പം ഇവിടെ π/2ന്റെ കൂടെ ഇത്രയും കൂട്ടിയിരിക്കുകയാണ്. അപ്പൊ അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ കോസ് ഈ റിസൾട്ട് ആവും. ദാറ്റ് ഇസ് കോസ് 20t ആവും. സോ ഇവിടെ എക്സ് ഓഫ് ടി നമുക്ക് ഇങ്ങനെ എഴുതാം 2 cos 20t. ഇതിങ്ങനെ ഇരിക്കും. ഓക്കെ, ഇനി അടുത്ത് നോക്കിയ ദ മാക്സിമം കംപ്രസ്ഡ് പൊസിഷൻ. മാക്സിമം കംപ്രസ്ഡ് പൊസിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ദാറ്റ് മീൻസ് ഏറ്റവും നെഗറ്റീവ് എയിൽ പോകുന്നതാണ്. അതായത് മാക്സിമം കംപ്രസ്ഡ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എ. മാക്സിമം സ്ട്രെച്ച്ഡ് പൊസിഷൻ മീൻസ് +a. അങ്ങനെയാണ് അതിനെ നമ്മൾ വിചാരിക്കുന്നത്. -aയിലേക്ക് പോകുന്നത് എക്സ്ട്രീം ലെഫ്റ്റിലായിരിക്കും. അപ്പം അവിടെ വരെ പോകണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നോക്കിക്കേ. നമ്മുടെ ഇപ്പം മീൻ പൊസിഷനിൽ നിന്ന് ആദ്യം +aയിലേക്ക് പോവുക. +aയിലേക്ക് എന്ന് വെച്ചാൽ റൈറ്റ് സൈഡിലേക്ക് പോകുന്നു. അതിനുശേഷം എന്ത് ചെയ്യണം? ഈ +aയിൽ നിന്നും വീണ്ടും മെയിൻ പൊസിഷനിലേക്ക് വരണം. +a എന്ന് വെച്ചാൽ റൈറ്റ് സൈഡിൽ നിന്ന് വീണ്ടും മെയിൻ പൊസിഷനിലേക്ക് പോകുന്നു. പിന്നെ എന്ത് ചെയ്യണം?
ആ മെയിൻ പൊസിഷനിൽ നിന്നാണ് പിന്നെ ഈ -A മാക്സിമം സ്ട്രെച്ച്ഡ് കംപ്രസ്ഡ് പൊസിഷനിലേക്ക് ഇരുന്നത്, ദറ്റ് ഇസ് ലെഫ്റ്റിലേക്ക് പോകുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വീണ്ടും ലെഫ്റ്റ് നിന്ന്. അപ്പോൾ ഓരോന്നിനും എടുക്കുന്ന ഫേസ് ആംഗിൾ ആണ് π/2. നമ്മൾ നേരത്തെ ഉണ്ട്. അപ്പോൾ π/2 ഉണ്ട്, ഇവിടെയും π/2 ഉണ്ട്, ഇവിടെയും π/2 ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്രയാണ്? π/2 പ്ലസ് π/2 പ്ലസ് π/2. ഓക്കെ, അപ്പൊ എന്താണ് π/2 പ്ലസ് π/2 പ്ലസ് π/2ന്റെ റിസൾട്ട് എന്ന് പറയുന്നത് 3π/2. അപ്പൊ ഇവിടുത്തെ ഫേസ് ആംഗിൾ എന്ന് പറയുന്നത് 3π/2. സോ ഫേസ് ആംഗിൾ ഈസ് 3π/2. ഇത് നമ്മൾക്ക് ഇതിന്റെ നോളജ് നമുക്ക് വേണം, എന്നാലും നമുക്ക് പ്രോബ്ലം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ നമുക്ക് ഫേസ് ആംഗിൾ കിട്ടി കഴിഞ്ഞിരിക്കുന്നു 3π/2. ഇനി എന്ത് ചെയ്താൽ മതി? ഇനി നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് എഴുതിയാൽ മതി. ഡിസ്പ്ലേസ്മെന്റ് ഈസ് വെരി ഈസി, വി ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് നൗ. അപ്പൊ നമുക്കത് എഴുതാം. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ ആണ്. അവിടെ നമുക്ക് 3π/2 കൊടുക്കാം. ഓക്കെ, ആൻഡ് എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്ന ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 2 ആണ്, സൈൻ 20t പ്ലസ് 3π/2. ആൻഡ് ഇനി ഇവിടെ വേറെ റിസൾട്ട് ഉണ്ട്, ദാറ്റ് ഇസ് സൈൻ ഓഫ് എക്സ് പ്ലസ് 3π/2 എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ റിസൾട്ട് മൈനസ് കോസ് എക്സ് ആണ്. ഈ റിസൾട്ടൊക്കെ നമുക്ക് പഠിക്കാനുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ഇതൊന്നും യൂസ് ചെയ്യാതെ നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് നിർത്തേണ്ടി വരും ഈ ഒരു എക്സ്പ്രഷനിലൂടെ. ഇത് നമുക്ക്, എനിക്ക് തോന്നുന്നു നമുക്ക് പഠിക്കാനുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് എക്സ് ഓഫ് ടി എങ്ങനെ എഴുതാം? 2 സൈൻ ഓഫ് എക്സ് പ്ലസ് 3π/2. ഇവിടെ എക്സിന് പകരമാണ് 20t വന്നിരിക്കുന്നത്. സോ അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് എക്സ് ആണ്. സോ -2 cos 20t എന്ന് വരും. ഓക്കെ, ഇനി അടുത്ത ബാക്കി ഒരു ചോദ്യം. വാട്ട് വേ ഡു ദീസ് ഫങ്ഷൻസ് ഫോർ എ സിസ്റ്റം ഡിഫർ ഫ്രം ഈച്ച് അതർ? ഈ ഫങ്ഷൻസ് എല്ലാം അപ്പൊ നമ്മൾ 3 സ്ഥലത്തെ കണ്ടുപിടിച്ചു, എക്സ്ട്രീം റൈറ്റ്, മാക്സിമം കംപ്രസ് പൊസിഷൻ, മാക്സിമം സ്ട്രെച്ച് പൊസിഷൻ. ഇവിടെയെല്ലാം ഏത് തരത്തിലാണ് ഇത് ഡിഫർ ചെയ്യുന്നത്? ഫ്രീക്വൻസിയിലാണോ, ആംപ്ലിറ്റ്യൂഡിലാണോ, ഇനിഷ്യൽ ഫേസിലാണോ എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ എല്ലാം അതിന് വ്യത്യാസം വരുന്നത് എവിടെയാണ്? നമ്മുടെ അതിന്റെ ഇവിടെ എല്ലാം നോക്കുക, 2 sin ഒമേഗ 20t ആണ് മെയിൻ പൊസിഷനിൽ. എക്സ്ട്രീം സ്ട്രെച്ച്ഡ് പൊസിഷനിൽ 2 cos 20t. പിന്നെ മാക്സിമം കംപ്രസ്ഡ് പൊസിഷനിൽ -2 cos 20t. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ആംപ്ലിറ്റ്യൂഡിന്റെ വാല്യൂസ് എല്ലാം സെയിം ആണ്. നെഗറ്റീവ് ഡയറക്ഷൻ നെഗറ്റീവ് ആംപ്ലിറ്റ്യൂഡ് വരുന്നതിനുള്ള ആംപ്ലിറ്റ്യൂഡിന്റെ എല്ലാം വാല്യൂസ് സെയിം ആണ്. ഫ്രീക്വൻസി എല്ലായിടത്തും 20 ആയിരുന്നു. അപ്പം വ്യത്യാസം വരുന്ന അതിന്റെ ഇനിഷ്യൽ ഫേസസിലാണ്. ഓക്കെ, ഇനിഷ്യൽ ഫേസസ് ഒരെണ്ണത്തിൽ π/2 ആയിരുന്നു, ഇവിടെയാണ് 3π/2 ആണ്, ഫസ്റ്റിലാണെങ്കിൽ 0 ആണ്. അപ്പം വ്യത്യാസം വരുന്നതെന്ന് പറയുന്നത് അതിന്റെ വ്യത്യാസം വരുന്നതെന്ന് പറയുന്നത് അതിന്റെ ഇനിഷ്യൽ ഫേസിലാണ്. ഓക്കെ, അപ്പൊ ദാറ്റ് പ്രോബ്ലം. നമുക്ക് ഈ പ്രോബ്ലം കൂടി നോക്കാം. ഇൻ ഫിഗർ 14.25 അത് ഈ തന്നിരിക്കുന്ന ഫിഗേഴ്സ് ആണ്, കറസ്പോണ്ട് ടു സർക്കുലർ മോഷൻസ്. നമുക്ക് നോക്കാം, 2 സർക്കുലർ മോഷൻസ് ആണ് അവിടെ കാണിച്ചിട്ടുള്ളത്. ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. ഇപ്പൊ സർക്കിളിന്റെ റേഡിയസ് അവിടെ ഫസ്റ്റ് സർക്കിളിന്റെ 3 സെന്റിമീറ്റർ ആണ് റേഡിയസ്, സെക്കൻഡ് സർക്കിളിന്റെ ആണെങ്കിൽ 2 മീറ്റർ ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ആൻഡ് അപ്പൊ നമുക്കറിയാം സർക്കിളിനെ സംബന്ധിച്ച് നമ്മൾ പഠിച്ച ബാക്കി വരുന്നുണ്ട്. ദ പീരീഡ് ഓഫ് റെവല്യൂഷൻ പീരീഡ് ഫസ്റ്റ് സർക്കിളിന് 20 സെക്കൻഡ്സ്, അതിന് 4 സെക്കൻഡ്സ്. അതും ദ ഇനീഷ്യൽ പൊസിഷൻസ്, അത് ടൈം t is equal to 0 അതിന്റെ ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. ഓക്കെ, ടൈം t is equal to 0 ഈ പോയിന്റിലാണ്, ഇവിടെയാണ് അതിന്റെ ഇനീഷ്യൽ പൊസിഷൻ. ഇവിടെ ആണെങ്കിൽ ഇനീഷ്യൽ പൊസിഷൻ ഇതാണ്. ആൻഡ് സെൻസ് ഓഫ് റെവല്യൂഷൻ, എങ്ങനെയാണത് റെവല്യൂഷൻ എങ്ങനെയാണ് നടത്തുന്നത്? ഇവിടെ എന്ന് പറയുന്നത് അത് ക്ലോക്ക് വൈസ് ആണ്, ഇവിടെ എന്ന് പറയുന്നത് ആന്റി ക്ലോക്ക് വൈസ് ആണ്. അതെല്ലാം തന്നിട്ടുണ്ട്. Obtain the corresponding simple harmonic motion of the x projection of the radius vector of the revolving particle p in each case. അപ്പം ഈ ഒരു p എന്ന് പറയുന്ന ഈ റിവോൾവിംഗ് പാർട്ടിക്കിളിന്റെ റേഡിയസിന്റെ എക്സ് പ്രൊജക്ഷൻ ഓഫ് റേഡിയസ് വെക്ടർ, റേഡിയസ് വെക്ടറിന്റെ എക്സ് പ്രൊജക്ഷൻ എടുക്കുവാണെങ്കിൽ ഇറ്റ് വിൽ ബി എന്താണ്? സിമ്പിൾ ഹാർമോണിക് മോഷൻ ആയിരിക്കും. അപ്പൊ അതിന്റെ ആ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇത് നമ്മൾ കൃത്യമായിട്ട് നമ്മളൊരു എക്സാമ്പിൾ പ്രോബ്ലം 2 ചെയ്തിട്ടുണ്ട് ഇതുപോലത്തെ തന്നെ. അപ്പൊ അതേപോലത്തെ സെയിം സംഭവമാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഫിഗറിന്റെ ആദ്യം നോക്കാം.
ഫസ്റ്റ് ഫിഗറിന്റെ അത് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ടൈം പീരീഡ്, അതുപോലെ തന്നെ അങ്ങനെ നമ്മൾ പ്രൊജക്ഷൻ എടുക്കുമ്പോൾ നമുക്കറിയാം റേഡിയസ് എന്ന് പറയുന്നത് അവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും. അപ്പം ഈ ഫസ്റ്റ് ഫിഗറിനെ സംബന്ധിച്ച് ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ആ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും 3 സെന്റിമീറ്റർ. ഓക്കെ, ആൻഡ് നമുക്ക് നോക്കാം ഇവിടെ അറ്റ് ടൈം ടി ഈസ് ഈക്വൽ ടു 0 ഇല്ല. അപ്പൊ നമുക്ക് ഇവിടെ ഉള്ള ഡീറ്റെയിൽസ് ആദ്യം എഴുതാം. സോ വി ഹാവ് ദ ടൈം പീരീഡ് ആസ് 2 seconds ആൻഡ് യു ഹാവ് ദ ആംപ്ലിറ്റ്യൂഡ് ആസ് 3 സെന്റിമീറ്റർ. ആൻഡ് നമ്മളുടെ ടൈം ടി ഈസ് ഈക്വൽ ടു 0 ഇല്ല, ടൈം അത് 0 സമയത്ത് പാർട്ടിക്കിൾ ഇവിടെയാണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, പാർട്ടിക്കിൾ ഈസ് ദയർ. സോ എക്സ് ആക്സിസുമായിട്ട് ഇവിടെ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? ദറ്റ് ഇസ് 90 ഡിഗ്രി. ഓക്കെ, അപ്പോൾ അവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് 5 ടൈം ടി ഈസ് ഈക്വൽ ടു 0 ദറ്റ് ഇസ് ഇനീഷ്യൽ ഫേസ് ആംഗിൾ എന്ന് പറയുന്നത് π/2 ആണ്. അപ്പൊ നമ്മുടെ ജനറൽ ഫോം നോക്കുക. ജനറൽ ഫോം ഈസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് 5 ആണ്. നമ്മുടെ ജനറൽ ഫോം എന്ന് പറഞ്ഞാൽ എ കോസ് ഒമേഗ ടി പ്ലസ് 5 ആണ്. അപ്പോഴത്തേക്കും അതിന്റെ നമ്മളിവിടെ നമ്മൾ എടുക്കുമ്പോൾ അതിന്റെ ജനറൽ ഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ് പ്രൊജക്ഷൻ ആണ് എടുക്കുന്നത്. അതുകൊണ്ട് അതിന്റെ ജനറൽ ഫോം എ കോസ് ഒമേഗ ടി പ്ലസ് 5. അപ്പൊ അവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി എന്ത് ചെയ്യും? എക്ക് 3 കൊടുക്കാം. കോസ് ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? ഒമേഗയുടെ വാല്യൂ 2π ടൈം പീരീഡ് എന്നുള്ളതാണ്. 2π ടൈം പീരീഡ് ഇസ് റെപ്രസെന്റഡ് ബൈ ക്യാപിറ്റൽ ടി. സോ ഇതിന് 2π ക്യാപിറ്റൽ ടി ടി പ്ലസ് 5 എന്ന് കൊടുക്കാമല്ലോ. സോ ഇവിടെ നോക്കുക 3 കോസ് 2π ടി ബൈ ക്യാപിറ്റൽ ടി. 5 എന്ന് പറയുന്നത് എന്താണ്? 3π/2 ആണ്. സോ π/2. സോ ദിസ് വിൽ ബിക്കം എന്ത് വരും? നമ്മളുടെ 3 കോസ് 3 cos ഈ ടൈം പീരീഡ് എന്ന് പറയുന്നത് 2 seconds എന്ന് തന്നിട്ടുണ്ട്. അത് നമുക്ക് ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇറ്റ് വിൽ ബിക്കം 2πt/2 പ്ലസ് π/2. അപ്പൊ ഈ 2 ക്യാൻസൽ ആയിട്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം. ഞാൻ π/2 ആദ്യം എഴുതാൻ പോവാണ്. ദാറ്റ് ഇസ് 3 cos π/2 പ്ലസ് πt എന്ന് എഴുതാമല്ലോ. അപ്പോഴത്തേക്കും ഇനി ഇവിടെ മറ്റൊരു ഐഡന്റിറ്റി ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. കോസ് ഓഫ് എക്സ് പ്ലസ് π/2ന്റെ റിസൾട്ട് എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ് ആണ്. നമ്മൾ നേരത്തെ എഴുതിയെന്ന് തോന്നുന്നു. കോസിന്റെ കൂടെ ഒരു π/2ന്റെ കോസ് ഫംഗ്ഷൻ ആണെങ്കിൽ ആ ആംഗിളിന്റെ π/2ന്റെ കൂടെ എന്തെങ്കിലും ഒരു ആംഗിളും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നെഗറ്റീവ് സൈൻ എക്സ് ആണ് റിസൾട്ട്. അപ്പൊ അത് ഇവിടെ നമുക്ക് അത് യൂസ് ചെയ്യുകയാണെങ്കിൽ എക്സ് ഈക്വൽ ടു ഇവിടെ എന്താണ്? നമുക്ക് 3 ഉണ്ട് ആൻഡ് കോസ് π/2 പ്ലസ് πt. ഇവിടെ ഈ എക്സിന് പകരം πt ആണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മൈനസ് സൈൻ എക്സ്, എക്സിന് പകരം πt ഇട്ട് കൊടുക്കുക. സോ മൈനസ് സൈൻ πt വരും. സോ ഇതാണ് നമ്മളുടെ റിസൾട്ട്. ഓക്കെ, എന്നിട്ട് നമുക്ക് ദിസ് ഇസ് ദ ഡിസ്പ്ലേസ്മെന്റ്. ഇനി നമുക്ക് നെക്സ്റ്റ് സെക്കൻഡ് ഫിഗർ നോക്കാം. ഇവിടെ നോക്കി ടൈം പീരീഡ് 4 seconds ആണ്. ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 2 meter ആണ്. ഓക്കെ, സോ റേഡിയസ് 2 meter മീൻസ് ആംപ്ലിറ്റ്യൂഡ് 2 meter ആണ്. അത് നമുക്ക് ആദ്യം എഴുതാം. ദാറ്റ് ഇസ് ടൈം പീരീഡ് 4 seconds ആണ്, ആംപ്ലിറ്റ്യൂഡ് 2 meter ആണ്. നോക്കുക ടൈം ടി ഇനീഷ്യൽ, അതായത് ടൈം ടി ഈസ് ഈക്വൽ ടു 0 പാർട്ടിക്കിൾ ഇവിടെയാണ്. ദാറ്റ് മീൻസ് അത് ഒ പി ഇതാണ് ഒറിജിൻ എങ്കിൽ ഒ പി ഉണ്ടാക്കുന്ന ആംഗിൾ എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ആക്സിസിൽ തന്നെയാണ് കിടക്കുന്നത്. സോ എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് പൈ ആണ്. ബിക്കോസ് എന്താണ്? അത് എക്സ് ആക്സിസിൽ തന്നെയാണല്ലോ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് പൈ തന്നെയാണ്. ദെയർഫോർ ടൈം ടി ഈസ് ഈക്വൽ ടു 0 എക്സ് ആക്സിസ് തന്നെ എടുക്കുന്നുണ്ട്. ആംഗിൾ ഫൈ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് പൈ. ഓക്കെ, നമ്മുടെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് പൈ. അപ്പം എനിക്ക് ഈ ഫൈക്ക് പകരം പൈ കൊടുക്കാം. അതുപോലെ തന്നെ 2 cos 2π/t into t plus പൈ. ടിക്ക് പകരം എന്ത് കൊടുക്കാം? 4 കൊടുക്കാം. സോ 2 cos 2πt/4 പ്ലസ് പൈ. അപ്പൊ 2ഉം കൂടി ക്യാൻസൽ ചെയ്ത് എനിക്ക് ഇത് എന്ത് പറ്റും? എങ്ങനെ എഴുതാം? 2 cos πt/2 പ്ലസ് പൈ എന്ന് എഴുതാം.
സോ ഇനി ഇവിടെ നമുക്ക് വേറൊരു റിസൾട്ട് ഉണ്ട്, ദാറ്റ് ഇസ് കോസ് ഓഫ് എക്സ് പ്ലസ് പൈ ആണെങ്കിൽ അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് എക്സ് ആണ്. കോസ് ഓഫ് മാത്സിൽ നിങ്ങൾ പഠിക്കുന്നുണ്ടാവാം. അത് കോസിന്റെ കൂടെ കോസിന്റെ പൈ ഫംഗ്ഷൻ്റെ പൈയുടെ കൂടെ ഒരു എക്സ് ആംഗിളും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നെഗറ്റീവ് ഓഫ് കോസ് ആ എക്സ് തന്നെയാണ് എൻ്റെ റിസൾട്ട്. സോ അതിവിടെ നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ എക്സിന് പകരമാണ് പൈ ടി ബൈ 2 വന്നിരിക്കുന്നത്. അപ്പൊ എൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് മൈനസ് 2 കോസ് പൈ ടി ബൈ 2. ഓക്കെ, സോ ഇപ്പൊ നമുക്ക് ഈ കൺവേർഷൻ അറിയില്ലെങ്കിൽ ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്, ഇവിടെ അങ്ങ് നിർത്തുക, ബിക്കോസ് സ്റ്റിൽ ആൻസറിലേക്ക് വരാമല്ലോ. That's fine. So that's it. Next set of problems in the next video. Thank you.